വണ്ടിൻ്റെ ഒരു കോമൺ ഫാക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിസ്റ്റൺ പണി. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലൂടെ നിങ്ങൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പെരുന്നാൾ ട്രിപ്പ് എന്നുള്ള രീതിക്കാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല പോകുന്നത്, മറ്റൊരു സാബിത്ത് കൂടെ ഉണ്ട്. അപ്പോൾ അവനെന്ന് പറയുമ്പം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്പ്ലെൻഡറിൽ ആദ്യമായിട്ട് കൊടൈക്കനാൽ പോയ സമയത്ത് അവിടെ നിന്ന് കമ്പനിയായി ഇപ്പോഴും ആ ഒരു ബന്ധം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവൻ അന്നൊന്നും സ്പ്ലെൻഡറൊന്നും ഇല്ല അവൻ്റെ അടുത്ത്. ഇപ്പോൾ ഒരു സ്പ്ലെൻഡറൊക്കെ എടുത്ത് നല്ല അക്രമ രീതിക്ക് തന്നെ മോഡിഫിക്കേഷൻ എല്ലാം ചെയ്ത് അപ്പോൾ ആ രണ്ട് വണ്ടിയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ കൊടൈക്കനാൽ പോകുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വ്ളോഗിലോട്ട് പോകാം. വന്ന് വെൽക്കം ടു കൊടൈക്കനാൽ എന്നൊക്കെ ഇല്ല, അങ്ങനെ എന്തോ ഇതൊരു സ്ഥലം ഉണ്ടല്ലോ, എന്തേനി കുറച്ച് അവിടെയാണ് സംഭവം കാണിച്ചു തരാം. പക്ഷേ ഇത് എന്താന്ന് ഞാൻ മറന്നു കിട്ടും കറക്റ്റ്. ഇത് അവിടെ ഉണ്ട്, കാണാൻ പറ്റുമോന്ന് അറിയില്ല. ദ പ്രിൻസസ് ഹിൽസ് വെൽക്കംസ് യു എന്നോ അങ്ങനെ എന്തോ ഇത് ഒരു കൊടൈക്കനാലിൻ്റെ ബോർഡ്. അതിന് തൊട്ടടുത്തുള്ള ഈ ഒരു പമ്പിൽ നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട്. നമ്മളെ റൈഡൊക്കെ അടിപൊളി, ഇനി പെട്ടെന്ന് വിചാരിച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് എത്തിയ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടെൻ്റ് അടിച്ച് നമ്മളെ ചെക്കന് വണ്ടി നിർത്തി ബാഗൊക്കെ സെറ്റപ്പ് ആക്കുകയാണ്. അതേ ടെൻ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കിടന്നുറങ്ങണം, എന്നിട്ട് രാവിലെ എണീറ്റ് നേരെ കൊടൈക്കനാൽ കയറണം. അപ്പോൾ വണ്ടിയിൽ നിന്ന് എല്ലാ സാധനം എടുത്തുന്നു. അപ്പോൾ അവന് ബാഗ് അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ദേവൻ്റെ ഹെൽമെറ്റ് ഇവിടെ അതേ ഒരു പട്ടിയും കിടക്കുന്നുണ്ട്. ഹെൽമെറ്റ് അകത്തോട്ട് വെക്കുകയാണ്. അത് ബാക്കി കാര്യങ്ങളെല്ലാം നാളെ രാവിലെ. അപ്പോൾ നമ്മളിത് അതിരാവിലെ തന്നെ എണീറ്റ് നമ്മുടെ പരിപാടികളെല്ലാം കഴിച്ച് ചായയൊക്കെ കുടിച്ച് നേരെ പോകാനുള്ള പ്ലാനാണ്. എൻ്റെ കയ്യിൽ കുറച്ച് എന്താ പറയുക ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബൾക്കായിട്ടുള്ളൊരു ലഗേജാണ്. അവൻ്റെ സിമ്പിളിൻ്റെ കയ്യിലാണ് സ്ലീപ്പിംഗ് ബാഗ് കാര്യമൊക്കെ ഉള്ളത്. നമ്മൾ ടെൻ്റ് ഇത് ഈ ഒരു പെട്രോൾ പമ്പ് വെച്ചിട്ടുണ്ട്. അവന് തിരിച്ചു പോകുമ്പോൾ എടുക്കുക. ഇന്ന് നൈറ്റ് എന്തായാലും ഇവിടെ റൂം എടുക്കായിരിക്കും. എന്നിട്ട് ആ ഒരു സെറ്റപ്പിലാണ് നമ്മളെ ട്രിപ്പ് വരുന്നത്. ആദ്യമായിട്ടായിരിക്കും ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ഇതുപോലെ റൂം എടുക്കാൻ വേണ്ടി പോണേ. ഒറ്റയടിയിൽ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ പോവാണ്. പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കംസ് യു. കൊടൈക്കനാലിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക നേരെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ചുരം വൈബ് രാവിലെ പിടിക്കാന്നുള്ള വൈബിൽ ഇതുപോലെ അവിടെ പമ്പിൽ സ്റ്റേ അടിച്ച് രാവിലെ എണീറ്റ് പോവാണ്. ചായ എല്ലാം കുടിച്ച് അതിന് ഫുട്ടേജ് എടുക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ ഫോണല്ല, അപ്പോൾ ചാർജിങ്ങിലേനി. അപ്പോൾ ഇനിയിങ്ങനെ സൺറൈസ് കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ ഒരു മോർണിംഗ് വൈബിൽ ചുരം കയറാനുള്ള പ്ലാനാണ്. അവൻ്റെ വണ്ടീൻ്റെ ശബ്ദം നൈസാട്ടോ. എനിക്ക് തോന്നുന്നു ഫോൾഡെക്സിൻ്റെ ഏതോ ഒരു കുറച്ചും കൂടെ ലൗഡായിട്ടുള്ളൊരു സൈലൻസറാണോ യൂസ് ചെയ്യുന്നത്. ഇതേ ഒരു അനദർ ചെക്ക് പോയിൻ്റ്. ഇവിടെ ഒരു ചെക്ക് പോയിന്റിൽ നല്ല ക്യാഷ് വാങ്ങിക്കുന്ന ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞെന്നാണ് ബലമായ സംശയം. ഗായ്സ്, നമ്മളെ വണ്ടി പിസ്റ്റൺ പിടിച്ചിരിക്കുന്നു. സ്മോക്ക് വരുന്നുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. സ്മോക്ക് ഓൾറെഡി ഉള്ളതാണ്. നമ്മളെ വണ്ടി പിസ്റ്റൺ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിസ്റ്റൺ പിടി അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഫാക്റ്റാണ്. ഇതുപോലെ എന്താ പറയുക ഒരു മോഡിഫൈഡ് സ്പ്ലെൻഡർ ആണെങ്കിൽ പിസ്റ്റൺ പണി ഉറപ്പാട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തായതാന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ് അതിൽ പല കാര്യങ്ങളും. സോ അതൊരു വീഡിയോ ആക്കി കഴിഞ്ഞാൽ എന്താവും, എല്ലാവർക്കും യൂസ്ഫുൾ ആവും. മറ്റേത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ തന്നെ DM-ൽ ഇഷ്ടം പോലെ മെസ്സേജസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ റിപ്ലൈ കൊടുത്താലും തീരാത്ത രീതിക്കുള്ള മെസ്സേജസ് ആണ്. സോ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാം പാടെ റിപ്ലൈ കൊടുക്കാനുള്ള സമയമില്ല ഗൈസ്. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. വണ്ടീൻ്റെ ഒരു കോമൺ ഫാക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിസ്റ്റൺ പണി. സിമ്പിൾ റീസണാണ്, നമ്മൾ ഹൈറ്റ് കൂട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്.
ഞാനും ഇതുവരെ അങ്ങനെ ഒന്നും ഇല്ലെന്ന് വിചാരിച്ച് പോയ ആളാണ്. പക്ഷേ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് 3ാമത്തെ പിസ്റ്റൺ പണിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഇപ്പോഴും സ്മോക്ക് പോകുന്നുണ്ട്, ഓയിൽ കത്തുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓയിലൊക്കെ ഫില്ല് ചെയ്താണ് അന്നേ കുറച്ച് എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ അളവ് ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞ് ലാഗാക്കണില്ല. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിതേ കൊടൈക്കനാൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു 2 സ്പ്ലെൻഡർ ആ രീതിക്ക് ട്രിപ്പ് ഇറങ്ങുന്നത്. ആൾ പിന്നെ കുറേ മുമ്പായിട്ട് നമ്മളെ കൂടെ ഇതുപോലെ കൊടൈക്കനാൽ ട്രിപ്പ് വന്നതാണ്. നമ്മളെ കൂടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കമ്പനി ആയതാണ്. കൊടൈക്കനാൽ ട്രിപ്പിൽ കൊടൈക്കനാലിൽ നിന്ന് കമ്പനിയായി നമ്മൾ കണ്ടുമുട്ടി. ഇവരല്ല, ഇവരൊരു ടീമുണ്ടായിനി. നമ്മൾ 1-2 ദിവസമല്ല, ഒരു ദിവസത്തിലേറെ നമ്മൾ ഒരുമിച്ച് ഇനി ട്രാവലൊക്കെ ചെയ്ത് തന്ന്. പിന്നെ അവർ രാത്രി റിട്ടേൺ വന്നു. ഞാൻ ഒരു ദിവസം കൂടെ എക്സ്ട്രാ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഈവനിങ്ങാണ് ഞാൻ പോയത്. ആ ഒരു ട്രിപ്പിൽ നിന്ന് കിട്ടിയൊരു ബന്ധമാണ് അതിപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അതിനിടയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടിനി. ഇപ്പോൾ അതേ ഇങ്ങനൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ സാഹചര്യ സംഭവങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ എനിക്കും എല്ലാം ഒത്തു വന്നപ്പം നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പോൾ കൊടൈക്കനാലത്ത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പം ഏർലി മോർണിംഗ് ആണ്. കുഴപ്പമില്ലാത്ത തണുപ്പൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത തണുപ്പ്, ഭയങ്കര തണുപ്പൊന്നുമില്ല, കുഴപ്പമില്ലാത്ത തണുപ്പൊക്കെ ഉണ്ട്. ആ ഒരു മോർണിംഗിൽ ആ ഒരു കുളിരുണ്ടല്ലോ, അതാണ് കാര്യമായിട്ട്. ഇനി അങ്ങോട്ടേക്ക് എന്താണ് അവസ്ഥ അറിയില്ല. മോളിൽ കയറിയുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. കൂക്കാൽ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ മുകളിൽ, മന്നവന്നൂർ, അവിടത്തൊക്കെ ക്ലൈമറ്റ് എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള തണുപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന്. കാരണം ഇവിടെ തന്നെ ഈ ഒരു തണുപ്പുള്ള സ്ഥിതിക്ക് അവിടെ കുറച്ചും കൂടെ തണുപ്പ് കൂടാനേ സാധ്യതയുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക, വെതറൊക്കെ നോക്കിയ സമയത്ത് അത്യാവശ്യം കൂടുതലാണ്. ഞാൻ പിന്നെ കൊടൈക്കനാൽ തന്നെ ചൂസ് ചെയ്തതാണ്. കാരണം കൊടൈക്കനാൽ വരാൻ എന്തെന്നറിയില്ല, ഒരു പൂതി, അതുകൊണ്ട് മാത്രമാണ്. ഫ്രണ്ട്സ് വേറൊരു സ്പ്ലെൻഡർ ടീം മൂന്നാർ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ വണ്ടി. നമ്മളെ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഒന്നുമല്ല, ഫുള്ളി അക്രമ മോഡിഫിക്കേഷൻസ് ആണ് അവൻ ചെയ്തിട്ടുള്ളത്. അവൻ്റെ ഒരു നൈസ് തീമാണ്. ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടതിന്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു തീമാണ്. പിന്നെ എനിക്ക് അതിൽ നിന്ന് എന്താ പറയുക, എൻ്റെ ഒരു ഇഷ്ടമായി നിന്ന് മാറി. പിന്നെ എൻ്റെ ഇഷ്ടങ്ങളാവില്ല കേട്ടോ എൻ്റെ വണ്ടി. എൻ്റെ മൈൻഡിലുള്ള എൻ്റെ ഇഷ്ടത്തിനാവില്ല എൻ്റെ വണ്ടി ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ മൈൻഡിലുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഇതുപോലുള്ളൊക്കെ സാധനങ്ങളാണ്. പക്ഷേ അതുപോലെ ഇതുവരെ ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് മാത്രം. പ്രത്യേകിച്ച് കൂടുതൽ കേവ്സൊക്കെ ആയതുകൊണ്ട് ഓവർടേക്കിങ്ങും കുറച്ച് ടാസ്ക്കാണ്. ഏതൊരു സ്ഥലമാണെങ്കിലും, എത്ര ഭംഗിയില്ലാത്ത സ്ഥലമാണെങ്കിലും, ഏർലി മോർണിംഗും സൺസെറ്റ് ടൈമും ഈ 2 സമയവും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ആ സമയത്ത് പ്രകൃതി ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേന്ന് പറയുമ്പം ആ സമയത്തെ ക്ലൈമറ്റും ഓക്കെ ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പം നമുക്ക് ആ ഒരു സമയവും ആ ഒരു സ്ഥലം എല്ലാം എന്തായും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ അതാണ് സംഭവം. ലൈറ്റ്ഫുൾ ഒരു സൂര്യനൊക്കെ ഉദിച്ച ആംബിയൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നതെങ്കിലും നല്ല രീതിക്കുള്ള തണുപ്പുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ല രീതിക്കുള്ള തണുപ്പ് തന്നെയുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആ ഒരു സമയമായിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് കൂടുക കുറയുക എന്നുള്ള കാര്യമൊന്നും അറിയില്ല. മഴ വൈബൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. കാരണം കോട ഫീല് എല്ലാം വന്ന് റെഡിയാവും, നൈസാവും. ഒരു ചെറിയൊരു ചാറ്റൽ മഴയിൽ വന്നാൽ മതിയേനി എന്നൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ. നല്ലതിനാണോ എന്നറിയില്ല. എന്തായാലും നമുക്കിപ്പോൾ കുഴപ്പമില്ലാത്ത അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാണുമ്പോൾ ഒരു ചൂട് വൈബ് ഉണ്ടെങ്കിലും, അതായത് വെയിലൊക്കെ ഉദിച്ച് നിൽക്കുന്ന വൈബാണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല ഇങ്ങനെ പ്രത്യേകിച്ച് ബൈക്കിൽ പോകുമ്പം തണുപ്പുള്ളത് നമുക്കൊന്നും കൂടെ അടിപൊളിയായിട്ട് ഫീലാവും. ബൈക്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ബോഡിയിൽ കാറ്റടിക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതേ ഇങ്ങോട്ട് വന്നാ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലുള്ളത് കണ്ട മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു സ്പോട്ടാണ്. ഈ ഒരു വഴി ഇങ്ങനെ നേരെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞിട്ടൊരു ഹോട്ടൽ. നമ്മൾ ഇഡ്ഡലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അൺലിമിറ്റഡ് ആണ്, ബട്ട് 150 ആണ് പെർ പേഴ്സൺ റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കഴിച്ചു പോകുന്നു. അത്യാവശ്യമൊക്കെ കഴിച്ചു പോകുന്നു. ഫുഡെല്ലാം കഴിച്ച് നമ്മളെ റൂമിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബുക്ക് ചെയ്ത് എന്തായാലും നന്നായി എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കിട്ടിയ റൂട്ട് കിടിലൻ റൂട്ടാട്ടോ. നോക്കിക്കേ, എത്രയോ ടൗണിൽ നിന്ന് ഉള്ളിലോട്ട് മാറി ഓഫ് റോഡൊക്കെ കയറി ഇതുപോലുള്ള നൈസ് സ്പോട്ട്, അതായത് ടൗണിൻ്റെ തിരക്കിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കമ്മട്ടം റിസർവ് ചെയ്തിട്ടേനി. ഇനി അഥവാ കട്ടക്കാലത്തിന് സമയത്തിന് വന്ന് തപ്പുമ്പോൾ നല്ല റേറ്റ് പറയുമല്ലോ. ഏരിയ എങ്ങനെയുണ്ട്?
4 മിനിറ്റത്തെ റണ്ണിങ് കൂടി കാണിക്കുന്നുണ്ട്. കൂട്ട് നോക്കിക്കേ നിങ്ങൾ എങ്ങനെയുണ്ട്. അവിടെ എവിടെയോ ആണ് ആ പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ചെറിയൊരു ഏരിയ. ഇനി അത് തന്നെയാണോ ആ പ്രോപ്പർട്ടി എന്നുള്ള കാര്യം അറിയില്ല. റൂട്ട് എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിലോട്ടൊരു കോടയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ റൂം എടുത്ത്. ഇതാണ് നമ്മളെ റൂം. എങ്ങനെയുണ്ട് റൂം വലിയ സെറ്റപ്പ് റൂമൊന്നുമല്ല, ഒരു ലോക്കൽ സെറ്റപ്പാണ്. ബട്ട് ആംബിയൻസ് അടിപൊളി കേട്ടോ. ഇവിടുത്തെ റൂം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈ ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഡൈനിങ് പോലുള്ള. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പം ഈ ഒരു ആംബിയൻസാണ്. നമ്മൾ പുറത്തുള്ള ഒരു ഇങ്ങർക്ക് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഈ ഒരു ആംബിയൻസ് ആണ്. നമുക്ക് നൈറ്റ് എന്താ പറയുക, ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ നോക്കണം. നമ്മളെ പ്രോപ്പർട്ടി ഇത് അതാണ്, അവിടെയാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറ. ഇത് നമുക്ക് നൈസായിട്ട് Booking.com കിട്ടിയൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ഒരു ആംബിയൻസ് കാര്യങ്ങളെല്ലാം. നൈസ്. തണുപ്പുണ്ട് കേട്ടോ, കാണുന്ന പോലെയല്ല. നൈസാണ്, തണുപ്പാണ്, അടിപൊളിയാണ്. ഇറങ്ങി പോവാണ്. നമ്മൾ എവിടുക്കാ പോണേ? അപ്പം നമ്മൾ പോണ എവിടെയാണെന്ന് വെച്ചാൽ കൂക്കാൽ, കൊടൈക്കനാൽ, പൂണ്ടി, മന്നമന്നൂർ, പൂപ്പാറയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു റൂട്ടാണ് നമ്മൾ പോണത്. സെക്കൻഡ് ഡേ വരുന്നുണ്ട്. വാവ്, ഫ്രണ്ട് വന്നിട്ടുണ്ട് ഈസിലി. ഓക്കെ, പോവാ. നമുക്ക് നാളെ ഇവിടുത്തെ വീഡിയോ ഒക്കെ റെഡിയാക്കാം. ഇന്ന് അവിടെ പിടിച്ചിട്ട് ആ കാണുന്ന സ്പോട്ട് എങ്ങനെയുണ്ട്, ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എല്ലാം നല്ല രസമല്ലേ? ഒരു ചേതക്ക് നോക്കിക്കേ, ഷോക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ജസ്റ്റ് Booking.com നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. നോക്കിക്കേ, ഏരിയ നോക്കിക്കേ. കൊടൈക്കനാലിന് ഏകദേശം 6 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ടൗണിൽ നിന്ന് ഈ ഒരു സ്പോട്ടിക്ക്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ആണോ ഡൗട്ട് ഉണ്ട്. എന്തോ സംഭവമുണ്ട്. പഴയ കിടില വിൻറ്റേജ് കാറുകളൊക്കെ ഉണ്ട് അവിടെ. അത് പോലീസ് സ്റ്റേഷൻ അല്ലേ കണ്ടിട്ട് തോന്നണേ. അല്ലാതെ ഇവിടെ ഇനി വണ്ടി ഉണ്ടാവുക. ഫ്രണ്ട് പൊങ്ങുന്നില്ല ഗൈസ്, കണ്ടോ? പജേറാണോ ഡൗട്ടുണ്ട്. ഇതിൻ്റെ ഈ സംസാരം എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നാവ് ഇങ്ങനെ ഒളുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടോ? സംഭവം എന്താ അറിയോ, എനിക്കങ്ങനെ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഹെൽമെറ്റ് പുതിയ ഹെൽമെറ്റ് ആയതുകൊണ്ട് കണ്ണൊക്കെ എന്തോ പോയി. പുതിയ ഹെൽമെറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പാഡിങ് ഭയങ്കര ടൈറ്റാണ്. ഇതിൻ്റെ പാഡിങ് ഭയങ്കര ടൈറ്റായിട്ട് നമ്മളെ മുഖം ഇങ്ങനെ ഇറുകി പിടിക്കും ഉള്ളിലോട്ട്. പാഡിങ് 2 സൈഡിലും, അതിന് ഉള്ളിലല്ല മുഖം ഉണ്ടാവുക. മുഖത്തിന് ഇങ്ങനെ പാഡിങ് എന്ത് ചെയ്യും, ഇങ്ങനെ ഇറുക്കും, ഇങ്ങനെ അമ്പിക്കും. അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ വായ തുറക്കുമ്പോഴൊക്കെ ഈ മുഖം ഇങ്ങനെ അമ്പിക്കുമ്പോൾ എനിക്കിങ്ങനെ എന്തൊക്കെയോ ഒരു നാവൊക്കെ ഇടയ്ക്ക് കടിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു ഫീല്, ഒരു ഉളുക്കുന്നൊക്കെ ഒരു ഫീൽ, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ സംഭവം ഉണ്ട്. റൂട്ട് നൈസായിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു കൂക്കാല ആ ഒരു ഏരിയ പോകുന്ന സമയത്ത് കാണാം. നമ്മൾ പോണതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് ആ സംഭവം കണ്ടത്. ഒരു അതുപോലെ ബ്രസീൽ ട്രിപ്പാണ് പോലെ KL വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തി വയ്ക്കുകയാണ്. നാട്ടിലൂടെ നിങ്ങൾ ആരാണ്? പെരുന്തമണ്ണുള്ളതാണ്. ഞാൻ വലിയ വ്ളോഗർ ആരെയും വെച്ചിട്ട് നിർത്തിയല്ല. എനിക്ക് ആ വൈബ് കണ്ടപ്പോൾ ലൈക്കായി. മനസ്സിലായില്ല? വണ്ടിയിൽ 2 സീറ്റേ ഉള്ളൂ. ബാക്കി പിന്നെ ബെഡ്, കുക്കിങ്, ടേബിള്, ഫുഡ്. കണ്ടില്ല? ടേബിളൊന്നും കണ്ടില്ല? വ്ളോഗറല്ല, പക്ഷെ ഓലെ വൈബ് അടിപൊളി. ഓല് വ്ളോഗ് ചെയ്യണില്ല എന്നുള്ളൂ, ബാക്കി വൈബല്ലേ ഓലെടുത്തുണ്ട്. ഓലതായിട്ടുള്ള രീതിക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഗൈസ് അവരുടേതായിട്ടുള്ള രീതിക്ക് ഫോട്ടോ വീഡിയോ സംഭവം എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്ളോഗൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. സംഭവം നൈസായി. എനിക്ക് ആ ഒരു വൈബ് ഇഷ്ടമായി. അതാണ് ഞാൻ തിരിച്ചു പോയി നിങ്ങൾക്ക് ക്യാമറ ഓണാക്കി ഇങ്ങൾക്ക് കൂടെ കാണിച്ചു തന്നെ. സോ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു.
കൂക്കാൽ ഓഫ് കൊടൈക്കനാൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ റൂട്ടാണ്. ഏകദേശം പൂമ്പാറ, കൂക്കാൽ, മന്നവന്നൂർ, പിന്നെന്തുകൊണ്ട് ക്ലാവരെ, അങ്ങനെ ആ ഒരു ഏരിയ മൊത്തം ഈ ഒരു റൂട്ടിലാണ്. അപ്പോൾ ആ ഒരു റൂട്ട് നമ്മൾ ഇന്ന് നേരെ കവർ ചെയ്തിട്ട് തിരിച്ച് നേരെ റൂം വന്നിട്ട് റെസ്റ്റ് എടുക്കും, നാളെ രാവിലെ ബാക്കി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഒരു പ്രോപ്പർ പ്ലാനൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴുള്ള പ്ലാനും കൂടിയല്ല ഇത്. 2 ദിവസത്തെ പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓൺ ദ വേ പ്ലാൻ ചെയ്തു, അത്രേനേ ഉള്ളൂ. പിന്നെ ഗുണാക്കേവ് സംഭവങ്ങളൊക്കെ ഈ റൂട്ടാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നമ്മൾ പോകുന്ന റൂട്ടിലുള്ള ലൊക്കേഷൻസൊക്കെ ഇങ്ങനെ പതുക്കെ പോയി ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ നേരെ തിരിച്ച് ഫുഡ് കഴിക്കണ റൂമിലെത്തുന്നു, കിടന്നുറങ്ങണം, ആ ഒരു വൈബിൽ എത്തണം. ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ജാക്കറ്റിൽ വഹിച്ച് ലഗേജ് ഫുള്ള് കുറച്ച് സ്ലീപ്പിംഗ് ബാഗൊക്കെ റൂം വെച്ചിട്ടാണ് വന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി മുടി റെഡിയാക്കുന്ന സാബിത്ത്. അവിടെയും സാബിത്ത്, ഇവിടെയും സാബിത്ത്. സാബിത്തോണ്ടൊരു കളി. കുറേ നേരമായി, ഒരു 2 മിനിറ്റോളമായി മുടി ഇങ്ങനെ റെഡിയാക്കണേ. മുടി അങ്ങോട്ട് റെഡി ആവണില്ല. ചെക്ക ലുക്കാട്ടോ, ലുക്ക്മാനായിപ്പോ. നമ്മൾ ഈ കൂക്കാല് വന്നിട്ടില്ല. കൂക്കാല് താനായപ്പോഴേക്ക് ഇതുപോലൊരു സ്ഥലം ഉണ്ട് ഇവിടെ, അടിപൊളി സ്ഥലം. അവിടുത്തെ ഫ്രെയിം ആയാലും എല്ലായാലും നിങ്ങൾ വിഷ്വലി കണ്ടു നോക്ക്, എന്നിട്ട് പറ. അവിടെ കണ്ടതിന് നമ്മളവിടുന്ന് അനങ്ങിയില്ലാട്ടോ. ഫുള്ള് ഫോട്ടോ വീഡിയോ എടുക്കലും അവിടെ കിടക്കലും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട്. അപ്പോൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂക്കാലിലോട്ട് പോവുകയാണ്. കൂക്കാൽ എന്താ പറയുക, ദിസ് ഈസ് നോട്ട് സ്കോട്ട്ലാൻഡ്, ഇറ്റ്സ് കൂക്കാൽ ഓഫ് കൊടൈക്കനാൽ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ ക്ലൈമറ്റ് ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ലൈറ്റ് മീൻസ് വിസിബിൾ ആയിട്ടുള്ള ഫോഗൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെ ഒരു ക്ലൈമറ്റാണ്. അവസ്ഥ മൃഗങ്ങളുടെ ഇടയിൽ കൂടെ പോകേണ്ട അവസ്ഥ. അവിടെ ആട്ടിട്ടോ ഇപ്പോൾ അവിടെ നിന്ന് നമ്മളിതുവരെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത സ്പോട്ടിൽ നിന്ന് നമ്മളെ പറഞ്ഞയച്ചു ഗൈസ്. ഇതുകൊണ്ടാണെന്നറിയോ, അവിടെ ഈവനിങ് ഒരു 5 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്പോട്ടാണ്. അവിടെ ഒരു പുലിൻ്റെ ഒക്കെ ബോർഡൊക്കെ ഉണ്ട്, ഫോറസ്റ്റ് ഏരിയയാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയതാണ്. എസ്കേപ്പ് ആയല്ല, നമ്മളെ ആട്ടി ഓടിച്ചാണ്, അവിടെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളിതേ പോവാണ്. അൺഎക്സ്പെക്റ്റഡ് ആയി ഇതുപോലെ കുഴികളെല്ലാം കാണും. അപ്പോൾ വെട്ടിക്കാനും തട്ടിക്കാനൊക്കെ റെഡി ആയാണ്ട് എന്ത് ചെയ്യാം, വണ്ടി ഓടിക്കാം കെയർഫുള്ളായിട്ട്. പിന്നെ അങ്ങനെ വെട്ടിക്കുമ്പോഴൊക്കെ നോക്കുക കേട്ടോ, വീയാണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് പെരുന്നാൾ ട്രിപ്പൊക്കെ ആയിട്ട്, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, മൺഡേ ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ കുറേ മലയാളീസ് നമ്മളെ നാട്ടിൽ നിന്ന് മലപ്പുറം ഏരിയയിൽ നിന്നും ഇഷ്ടംപോലെ ആളുകൾ, അതുപോലെ കേരളത്തിൻ്റെ പല സൈഡിൽ നിന്നും പല ആളുകളെയും നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ കൂക്കാലും കൂടെ പോവുകയാണ്. ഈ ഒരു റൂട്ട് എന്തായാലും മാക്സിമം കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് പൂണ്ടി പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പൂണ്ടി വേറെ റൂട്ടാണ്. അത്യാവശ്യം ഇവിടെ നിന്ന് ഓടാണ്ട് പറ്റുവാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ പോകുന്നതാണ്. എല്ലാം സമയത്തെ ഡിപ്പെൻഡായിട്ടാണ് കിടക്കുന്നത്. സോ നമ്മൾക്ക് എല്ലാം ഓടി പിടിക്കണം അങ്ങനെയൊന്നുമില്ല. ആദ്യമൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, ആദ്യമൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലവും ഓടി പിടിക്കും. ജസ്റ്റ് ഓരോ ലൊക്കേഷനിൽ പോകും, 1.5 മണിക്കൂറൊക്കെ അവിടെ നിൽക്കും, ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, പെട്ടെന്ന് അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെയൊക്കെയാണ് ആദ്യം. പിന്നെ എല്ലാ സ്ഥലവും ഒരുവിധം എല്ലാം കവർ ചെയ്ത സ്ഥിതിക്ക് എല്ലാ സ്ഥലവും എങ്ങനെയെന്ന് മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും അടിപൊളിയായ സ്ഥലത്തേക്ക് ആദ്യം പോയിട്ട് എന്ത് ചെയ്യും, മാക്സിമം സമയം അവിടെ സ്പെൻഡ് ചെയ്ത് മതി എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുമ്പോഴോ, അല്ലെങ്കിൽ ഫോണിൽ ചാർജ് കഴിയുമ്പോഴോ, അല്ലെങ്കിൽ ഇതുപോലെ ആരെയും വന്ന് ആട്ടുമ്പോഴോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത സ്പോട്ട് നോക്കി പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അന്നൊക്കെ ഇവിടെ എന്ന് പറയുമ്പം ഞാൻ ഇവരൊക്കെ മുന്നേ വന്നൊരു സമയമുണ്ട്, ഫെബ്രുവരി ആ ഒരു സമയത്തേന്
വന്ന സമയത്ത് തൊട്ട് മുന്നേ പോലും എന്താണെന്ന് കാണാത്തൊരു സെറ്റപ്പ് ഏനി. ആ ഇഞ്ചി കസനം കിട്ടിയെങ്കിൽ നാക്കിൽ തന്നെ കിടന്നോട്ടെ. നമ്മൾ പോകുന്ന വരയ്ക്ക് ഒരു ഇഞ്ചി കസനം ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ചായ. അപ്പം അത് നാക്കി തുപ്പായിട്ടാണ്, നാക്കി തന്നെ കടന്ന് ഊരിക്കൊണ്ടിരിക്കട്ടാ. സെലിബ്രിറ്റി അല്ലേ ഞങ്ങളുടെ നാട്ടിലെ? കിട്ടിയതില്ലോ. ശരിയാ ശരി ഓടുക. ശരിയാ ശരിയാ ശരി 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 ഓടി. നമുക്ക് എന്നിട്ട് പോവാം. ഇവിടെ ഇറങ്ങിയില്ലേ എന്തായാലും. ഗായ്സ്, അങ്ങനെ നമ്മളെ കൂക്കൽ കൊടൈക്കനാൽ ഒക്കെ പോയി വന്ന് നമ്മൾ റൂമിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഫുഡടിയും കൂടി കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഗായ്സ്, അങ്ങനെ ഇന്നലെ നമ്മൾ ഫുള്ളി ചാർജെല്ലാം കഴിഞ്ഞ് ഒരു ബൈക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, രാത്രി റൂമിലെത്തിയിട്ട് നമ്മൾ ടൗണിൽ നിന്ന് ഫുഡ് കഴിച്ച് അവിടുന്ന് കുറച്ച് സമയം കുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചെന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രോപ്പർട്ടിയിൽ വന്ന് കിടന്ന് ഉറങ്ങി. വീഡിയോ ഒക്കെ രാവിലെ എടുക്കാമെന്ന് കരുതി, കാരണം ഫുള്ളി റണ്ണിങ് ആയതുകൊണ്ട് നല്ല ടയർഡായിനി. സോ വീഡിയോ പിറ്റേ ദിവസം എടുക്കാമെന്ന് കരുതി നിന്നെയാണ്. ഫോട്ടോ എടുക്കുകയാണ്. നമ്മളെ വണ്ടിയൊക്കെ അതേ നിരത്തിയിട്ടിട്ട് ഫോട്ടോ വീഡിയോ സംഭവം എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടീസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇനി മറ്റൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ നിന്ന് പോകുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.